Yeah, so Stefano, it was great. So what are the concept? It was suggested by the CEO. So I think you should meet him. എന്തായാലും അതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി ഒരു 1 hour എടുക്കും. Mr. Jonathan, it was my pleasure to work with you. Natalia. സോ അടുത്തത് സമ്മർ കളക്ഷനിലെ ന്യൂ കോസ്മെറ്റിക് കിറ്റിന് വേണ്ടിയുള്ളതാണ്. ആൻഡ് ദ കൺസെപ്റ്റ് ഈസ് പങ്ക്. Punk? Are you telling me the CEO himself such a punk concept for modeling a cosmetic brand? ബട്ട് ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് എ റിയൽ കൺസെപ്റ്റ്. ഒരുപാട് കോസ്മെറ്റിക് കമ്പനീസ് സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ വാട്ട്സ് എ പ്രോബ്ലം സാർ? ഈ കൺസെപ്റ്റ് ബാഡ് ആണെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. സോ ആർ യു ഷ്യൂർ ഇത് വിക്ടർ തന്നെ സജസ്റ്റ് ചെയ്താണെന്ന്? Mr. Victor Christian suggests that you are a perfect material for punk style. That's why everybody agree on it. അല്ല മിസ്റ്റർ സ്റ്റെഫൻ എവിടേക്ക് പോയി? ഷൂട്ട് കഴിയുമ്പോഴേക്കും സിഇഒൻ്റെ ഓഫീസിലേക്ക് വരാൻ വേണ്ടി ജോലത്തെ സാറിനോട് മിസ്റ്റർ ക്രിസ്റ്റ്യൻ ഓൾറെഡി പറഞ്ഞിരുന്നു. മേ ബി അതുകൊണ്ട് അക്കാര്യം പറഞ്ഞപ്പോൾ മിസ്റ്റർ സ്റ്റെഫനോ വിക്ടർ സാറിൻ്റെ ക്യാബിനിലേക്ക് പോയിട്ടുണ്ടാവും. ഓ അത് ഞാൻ കേട്ടിരുന്നു. അതുകൊണ്ട് ഞാൻ പോയി ക്യാബിന് നോക്കി, പക്ഷേ അവിടെ കണ്ടിരുന്നില്ല. അടുത്ത ഷൂട്ടിനുള്ള കോസ്റ്റ്യൂം കാണിക്കാൻ വേണ്ടിയാ. മിസ് മെർലിൻ സാറിന് അത്യാവശ്യമായിട്ട് പുറത്തൊരിടം വരെ പോകാനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ കോസ്റ്റ്യൂംസ് എല്ലാം ചേഞ്ചിങ് റൂമിൽ വെച്ചു. ഒരു 1 hour സ്റ്റെഫിന് വന്നേക്കും. നീ പോവാണോ? ഇനിയും വൈകിന നത്താലി എന്നെ കൊല്ലും. ഇനിയും 2-3 ഷോട്ട് ബാക്കിയുണ്ട്. ഞാൻ പോയില്ലെങ്കിൽ അവരൊന്നും ഇന്ന് വീട്ടിൽ പോയില്ല. ഷോട്ട് കഴിഞ്ഞ് നീ വരുമോ? ഷോട്ട് കഴിഞ്ഞ് ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് പോസിബിൾ. മോർണിംഗ് 6 മണിക്ക് എനിക്ക് പാരീസിലേക്ക് പോകണം. സോ ദി ഫ്ലൈറ്റ്സ് ആർ ഓൾ ബുക്ക്ഡ്. ഓ ഓക്കെ, ഗുഡ് നൈറ്റ്. ഞാൻ എന്തിനാ പാരീസിലേക്ക് പോകുന്നതെന്ന് ചോദിച്ചില്ല? നിനക്കറിയണ്ടേ? അത് ഞാനിപ്പോൾ തന്നെ അറിയേണ്ടതായിരുന്നെങ്കിൽ നീ എന്നോട് പറയുമായിരുന്നല്ലോ. ഐ ക്യാൻ വെയിറ്റ് ആസ് മച്ച് ആസ് യു വാണ്ട്. സോ ഞാൻ എന്തിനാ പോകുന്നതെന്നും നീ അധികം വയ്യാതെ തന്നെ അറിയും. സോ ഗുഡ് നൈറ്റ്. ദി കോൺട്രാക്ട് യു ഗോയിങ് ടു സൈൻ ഇറ്റ് റൈറ്റ്? Let's talk about work when we are working. Now just go to sleep. You look too tired. Bye, Victor. കോൺട്രാക്ട് ടെർമിനേഷനോ? ബട്ട് ഇതിനെപ്പറ്റിയൊന്നും സ്റ്റെഫനോട് പറഞ്ഞിരുന്നില്ലല്ലോ. എനിക്കും ഇതിനെപ്പറ്റി വലിയ ക്ലാരിറ്റി ഒന്നുമില്ല. ഇപ്പോൾ മാം പറഞ്ഞപ്പോഴാണ് ഞാൻ പറയുന്നത്. അവൻ ആ പാരീസിലുള്ള ആ കമ്പനിയിൽ അവരുമായിട്ട് കോൺട്രാക്ട് സൈൻ ചെയ്യാൻ പോവാം. ആൻഡ് ഇറ്റ്സ് എ ബിഗ് കോൺട്രാക്ട്. 6 മാസത്തിനല്ല, 3 years. 3 വർഷമോ? അതിനർത്ഥം അവൻ പാരീസിലേക്ക് ഷിഫ്റ്റ് ആകാൻ പോവാണോ? ഇതൊന്നും എന്തുകൊണ്ട് നേരത്തെ പറഞ്ഞില്ല അവൻ? അപ്പം ബെൽസ അവനല്ലേ പറഞ്ഞേ അവനിവിടെ കംഫർട്ടബിൾ ആണെന്ന്? ആണോ? ഐ ഡോണ്ട് നോ എനിത്തിങ്. ഇതെല്ലാം കംപ്ലീറ്റ്ലി മാമും അവനും കൂടി എടുത്ത തീരുമാനങ്ങളാണ്. ഓർത്തിട്ട് എൻ്റെ തലയും പഴിക്കുന്നുണ്ട്. ഇതിപ്പോൾ എങ്ങനെ ബെൽസിനെ അറിയിക്കുമെന്നാണ് ഞാൻ ഓർത്തിട്ടിരിക്കുന്നത്. പിന്നെ ആകെയുള്ളൊരു ആശ്വാസം എന്ന് പറയാൻ സമ്മർ കളക്ഷൻ കഴിഞ്ഞിട്ടാണ് അവൻ കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് പുതിയൊരു മോഡലിനെ കണ്ടുപിടിക്കാൻ വലിയ പണിയുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ആക്സസിലുള്ള വേറെ ഏതെങ്കിലും മോഡലിനെ തന്നെ അവർക്ക് റെക്കമെൻഡ് ചെയ്യണം. ബട്ട് ഐ ആം ടു സ്കേർഡ് ടു ഫേസ് ദം. സ്റ്റെഫൻ ഇത് എന്ത് വിചാരിച്ചിട്ടാണ് അവർ ഇതൊക്കെ ചെയ്യുന്നത്? നീ ഇതെന്ത്
ഉദ്ദേശിച്ച സ്റ്റെഫനി ചെയ്യുന്നേ? കോൺട്രാക്ട് ടെർമിനേഷനോ? ആരോട് ചോദിച്ചിട്ട്? ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയുമായിട്ടുള്ള കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്യാൻ എനിക്ക് വേറെ ആരെങ്കിലും അനുവാദം വേണോ? പിന്നെ നീ അങ്ങനെ ചോദിച്ചുകൊണ്ട് ഞാൻ പറയാം, ഞാനിത് ഓൾറെഡി മെമ്പർ ഡിസ്കസ് ചെയ്തിട്ടുള്ള ആൻഡ് that was fine. Then what's the problem? സ്റ്റെഫനോ, പ്ലീസ് ടേക്ക് ഇറ്റ് സീരിയസ്ലി. അന പ്ലീസ് കാം ഡൗൺ. ഞാനിത് സീരിയസ് ആയിട്ട് ചിന്തിച്ചിട്ട് തന്നെ എടുത്തൊരു തീരുമാനം ഇത്. പിന്നെ നാളെ എന്തായാലും ഞാൻ പാരീസിലേക്ക് പോകും, കോൺട്രാക്ട് സൈൻ ചെയ്യും. ആൻഡ് ദെൻ ഐ എം നോട്ട് കമ്മിങ് ബാക്ക്. എൻ്റെ ലഗേജസ് ഒക്കെ ഓൾറെഡി പാരീസിലേക്ക് സെൻഡ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഐ എം നോട്ട് ഗോണ ഫേസ് എനിവൺ ആഫ്റ്റർ ദാറ്റ്. You are being cruel now. How can you do this, Stefano? After all of this, ഞാൻ നിന്നോട് പലവട്ടം ചോദിച്ചല്ലേ, നിന്റെ മനസ്സിൽ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ പരിപാടിക്ക് ഇറങ്ങിത്തിരിക്കരുതെന്ന്. ഞാൻ ചോദിച്ചപ്പോൾ ഞാനും നിനക്കൊരു മറുപടി തന്നിരുന്നല്ലേ, ഇറ്റ്സ് ജസ്റ്റ് എ ടീസ്, ഇറ്റ്സ് നത്തിങ് സീരിയസ്, സോ ഐ എം കീപ്പിംഗ് എ പ്രോമിസ്. So all of that, it's nothing? Are you fucking telling me it's nothing? ഒരു ലേബലിൽ എന്ത് ഉണ്ടായിരുന്നുള്ളൂ? You were with him. You guys were like dating. How can you? He trusts you, loves you. Stefano, just back out, or you will regret it. I don't love him, Anna. It was all just an act. And now the drama is over and I'm just pulling out the curtain. If we keep going, people maybe get bored of it. Hello? Stefano? Hello? Shit. ഇതെന്ത് പറ്റി? എല്ലാവരും ഭയങ്കര തിരക്കിലാണല്ലോ. അല്ല, അപ്പം നീ ഒന്നും അറിഞ്ഞില്ലേ? എന്തറിഞ്ഞില്ലെന്ന്? അല്ല, എന്താ പറ്റി? ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിനൊന്നും അല്ലല്ലോ. ഇതിപ്പോൾ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിനെ മാത്രമല്ല ബാധിക്കുന്നത്, എല്ലാ ഡിപ്പാർട്ട്മെന്റിനെയും ബാധിക്കും. സ്റ്റെഫനോ തോമസ് കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്തു. സ്റ്റെഫനോയോ? ഒരു മിനിറ്റ് മാത്യു, ഞാനിപ്പോൾ ആരാം? ലിൻഡ വെയിറ്റ്, ഞാൻ അറിഞ്ഞിരുന്നു സ്റ്റെഫനോ, ഐ മീൻ മിസ്റ്റർ സ്റ്റെഫനോ കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്തിരുന്നു. അത് സത്യമാണോ? അല്ല, അതിന് മാത്രം എന്ത് പ്രശ്നമുണ്ടായി ഇവിടെ? എനിക്കൊന്നും അറിയില്ല. ഇന്നലെ ഷോട്ട് കഴിഞ്ഞ് ഒന്ന് പോകും വരെ സ്റ്റെഫനോ എപ്പോഴും ബിഹേവ് ചെയ്യുന്ന പോലെ എന്നെ ബിഹേവ് ചെയ്തേ. ആൻഡ് ഇന്ന് മോർണിംഗാണ് ICS കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്യാനുള്ള മെയിൽ അയച്ചത്. ആൻഡ് ഈ ടെർമിനേഷൻ രണ്ട് കൂട്ടരെ നന്നായിട്ട് ബാധിക്കും. ഒന്നാമത് 1 year കോൺട്രാക്റ്റ് സൈൻ ചെയ്തിട്ട് അതിൽ ലാസ്റ്റ് കളക്ഷൻ്റെ ഫോട്ടോസ് പബ്ലിക്ക് കണ്ടിട്ട് പോലുമില്ല. അതിനു മുമ്പ് തന്നെ കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു 6 മാസത്തേക്ക് എന്തായാലും മറ്റൊരു ബ്രാൻഡിന് വേണ്ടി സ്റ്റെഫനോക്ക് മോഡലിന് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ നമുക്കൊരു ഫേസിനെ പെട്ടെന്ന് വെക്കാനും പറ്റില്ല. ഓൾമോസ്റ്റ് നമ്മുടെ ഇയറിലെ എല്ലാ കളക്ഷൻ്റെയും ഫേസായിട്ട് സ്റ്റെഫനോനല്ലേ നമ്മൾ സെലക്ട് ചെയ്തേ. അവൻ്റെ സൈസിൽ ഡ്രസ്സ് വരെ സ്റ്റൈൽ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇതിപ്പോൾ ആകെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടിരിക്കുക. എന്താ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാ. നീ ടെൻഷൻ ആവണ്ടല്ലില്ല. അല്ല, ഇത് വിക്ടർ സാർ അറിഞ്ഞോ? ഡാൻസ് സാർ ഇത് ഇപ്പോൾ പറയണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ വിക്ടർ സാർ ഡെയിലി മെയിലൊന്നും ചെക്ക് ചെയ്യുന്ന ഒരാളല്ലാത്തതുകൊണ്ട് മേ ബി കണ്ടിട്ടുണ്ടായിരിക്കില്ല എന്നാണ് എൻ്റെ വിശ്വാസം. എനിക്കാകെ ഓർത്തിട്ട് തന്നെ പേടിയാവുന്നു. പ്രത്യേകം ക്രിസ്ത്യൻ സാർ പറഞ്ഞതാ കുറച്ചും കൂടി സ്ട്രിക്റ്റ് ആയിട്ടുള്ള കോൺട്രാക്റ്റ് വേണം വെക്കാൻ വേണ്ടിയെന്ന്. ബട്ട് ഞാൻ കുറച്ചും കൂടി ശ്രദ്ധിക്കണമായിരുന്നു. സാർ അങ്ങനെ വേണ്ടെന്ന് പറഞ്ഞാലും ഞാൻ നിർബന്ധിപ്പിച്ച് ചെയ്യണമായിരുന്നു. ഇതിപ്പോൾ എനിക്ക് പേടിയാവുന്നു. ക്രിസ്ത്യൻ സാർ ബിസിനസ് മീറ്റിംഗ് കഴിഞ്ഞ് അടുത്ത ആഴ്ച വരും. കഴിഞ്ഞ വർഷം സ്റ്റെല്ലർ ഡേറ്റിംഗ് റൂമർ കാരണം കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്യേണ്ട അവസ്ഥ വന്നപ്പോൾ ക്രിസ്ത്യൻ സാർ പ്രത്യേകം പറഞ്ഞതാണ്, ഇനി നമുക്ക് ലീഗലി മൂവ് ചെയ്യുന്ന തരത്തിലുള്ള കോൺട്രാക്ട്സ് വേണം വെക്കാനെന്ന്. ഇതിപ്പോൾ കോൺട്രാക്റ്റിൽ സ്പെസിഫൈ ചെയ്ത് കൊടുത്തതാണ് എപ്പോൾ വേണമെങ്കിൽ ടെർമിനേറ്റ് ആക്കാമെന്നുള്ളത്. അതുകൊണ്ട് നമുക്ക് ലീഗലി മൂവ് ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ നഷ്ടം 2 പാർട്ടിക്കുമാണ്. നീ ഇപ്പോൾ ടെൻഷൻ ആവണ്ട. അല്ല, നീ ഈ സ്റ്റെഫനോനെ കോൺടാക്ട് ചെയ്ത് നോക്കിയില്ലേ? നിനക്ക് തോന്നുന്നുണ്ടോ ഞാൻ കോൺടാക്ട് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരിക്കില്ല എന്ന്? ഒരു 100 വട്ടം ഞാൻ ICSനെ വിളിച്ചു. അവർ പറയുന്നത് ഇപ്പോഴൊന്നും 2 പാർട്ടീസിനെ വെച്ച് ഒരു മീറ്റിംഗ് പോസിബിൾ അല്ല എന്നാണ്. ആൻഡ് ഞാൻ സ്റ്റെഫനോനെ പറ്റി നന്നായിട്ട് അന്വേഷിച്ചു. നോർത്ത് സ്ട്രീറ്റിലെ അവൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ ഇല്ല. ഒരാഴ്ച മുമ്പ് തന്നെ അവൻ്റെ സ്റ്റെപ്സ് എല്ലാം മൂവ് ആയെന്നാണ് പറയുന്നത്. ദാറ്റ്സ് മീൻ ഹിസ് ഷിഫ്റ്റ്. ഇതെല്ലാം കൂടി കൂട്ടി വായിച്ചിട്ട് ഇവൻ ഓൾറെഡി ഇതെല്ലാം പ്ലാനാക്കി വെച്ചതുപോലെയുണ്ട്.
പക്ഷെ എനിക്കൊരു പിടിയും കിട്ടാത്തത് ഇതൊക്കെ എന്തിനു വേണ്ടിയാണ്? ഇതിപ്പോൾ നമുക്ക് മാത്രമല്ലല്ലോ നഷ്ടം, അവനും കൂടെ ഇല്ലേ? നീ പറഞ്ഞു വരുന്നതൊക്കെ ശരിയാണെങ്കിൽ ഒരു പക്ഷേ അവൻ പാരീസിലേക്ക് പോയേക്കണത് പാരീസിലേക്ക് ഇവൻ്റെ കൂടാൻ വേണ്ടി മാത്രമായിരിക്കില്ല, ഏതെങ്കിലും പുതിയ കോൺട്രാക്റ്റ് സൈൻ ആക്കാൻ വേണ്ടിയായിരിക്കും. ലൈക്ക് ദി എമൻസ്. ഞാൻ ഒരു വട്ടം നത്താലിയനോട് സംസാരിച്ചപ്പോൾ നത്താലിയനോട് പറഞ്ഞിരുന്നു, എമൻസിൽ നിന്ന് ആഫ്റ്റർ ആ ഫസ്റ്റ് കളക്ഷൻ ഒരുപാട് ഓഫേഴ്സ് സ്റ്റെഫനൊക്കെ കിട്ടിയിരുന്നെന്ന്. നമ്മൾ കൊടുക്കുന്നതിൻ്റെ 2 ഇരട്ടിയാണ് അവരവരെ ഓഫർ ചെയ്തത്. ബട്ട് സ്റ്റിൽ സ്റ്റെഫനോ ചോയ്സ് ബെൽസ. പൈസയ്ക്ക് വേണ്ടിയാണ് സ്റ്റെഫനോ പോയതെന്ന് ഞാൻ വിശ്വസിക്കത്തില്ല. ബിക്കോസ് ഹേ നോ, അവൻ എത്ര പൈസ ഡിമാൻഡ് ചെയ്യുന്നു അത്രയും കിട്ടുമെന്ന് ഇവിടുന്ന്. ഇത് വേറെ എന്താ? ഇറ്റ്സ് ലൈക്ക് എ റിവെഞ്ച്, റൈറ്റ്? അതല്ലാന്ന് പ്രൂവ് ചെയ്യാനും ആണെന്ന് പ്രൂവ് ചെയ്യാനും പ്രൂഫില്ല. സോ ഒരു പ്രൂഫ് കിട്ടുന്നത് വരെ അങ്ങനെ വിശ്വസിക്കാനാണ് എൻ്റെ മനസ്സ് പറയുന്നത്. നീ എന്തായാലും വേഗം ഡാൻസ് സാറിൻ്റെ അടുത്തേക്ക് ചെല്ലേ. സാറും ആകെ വട്ട് പിടിച്ചിരിക്കാം. എന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞതാണ്, പുതിയ കോൺട്രാക്റ്റ് സൈൻ ചെയ്യുമ്പോൾ അതും 1 വർഷത്തേക്കുള്ളത്. കോൺട്രാക്റ്റിലെ റൂൾസ് കുറച്ചും കൂടി സ്ട്രിക്റ്റ് ആയിരിക്കണമെന്ന്, എങ്കിലേ നമുക്ക് ലീഗലി മൂവ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന്. എന്നിട്ടിപ്പോൾ എന്തായി? യു വേർ ടു സോഫ്റ്റ് ഹിം. നൗ വാട്ട്? അങ്കിൾ വന്ന വഴക്ക് എനിക്ക് മാത്രമല്ല കിട്ടുന്നേ, അത് നിനക്കറിയാലോ. കോൺട്രാക്ട് റൂൾസ് സ്ട്രിക്റ്റ് ആക്കണമെന്നാണ് ഞാൻ ഓർത്തിരുന്നേ. പക്ഷെ സ്റ്റെഫനായതുകൊണ്ടാണ് ഞാൻ പിന്നെ സോറി ഡാനി, എനിക്കറിയില്ല അവനെന്താ പെട്ടെന്ന് ഇങ്ങനെ ചെയ്തതെന്ന്. ഞാൻ അവനോട് സംസാരിക്കാം. ഡാഡി തിരിച്ചു വരുന്ന മുമ്പ് ഇതെങ്ങനെയാണ് ശരിയാക്കാം. ഇവിടെയുള്ള ആരും വിളിച്ചിട്ട് അവൻ എടുക്കുന്നില്ല. പിന്നെ നിനക്ക് തോന്നുന്നുണ്ടോ അവൻ ഈ സമയത്ത് നീ വിളിച്ചെടുക്കുമെന്ന്? വിക്ടർ, യു ആർ എ ഫൂൾ. എൻ്റെ ഭാഗത്തും തെറ്റുണ്ട്. അവൻ ഈ കമ്പനിയിലേക്ക് വന്നപ്പോൾ ഞാൻ കുറച്ചും കൂടി സൂക്ഷിക്കണമായിരുന്നു. ബട്ട് ലുക്ക് വാട്ട് ഐ ഡിഡ്. ഇതിപ്പോൾ എന്താ ചെയ്യുകയെന്ന് ഓർത്തിട്ട് ഒന്നും മനസ്സിലാവണമില്ല. അല്ല, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നു ഇന്നലെ? പാരീസിലേക്ക് വന്ന് മാത്രമോ അവനോട് പറഞ്ഞിരുന്നുള്ളൂ. ഞാൻ ചോദിച്ചിരുന്നു അടുത്ത കോൺട്രാക്റ്റിൻ്റെ സൈനിനെ പറ്റി. അപ്പോൾ അവനൊന്നും വേണ്ടിയില്ല എന്നോട്. ഡാനി, I trust him. I don't know what to do. ഞാൻ എൻ്റെ ദേഷ്യം കൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. കോഡ് അത് വിട്ടാളാം. നമുക്ക് എങ്ങനെയാണെങ്കിലും അവനെ കണ്ടുപിടിച്ച് സംസാരിക്കാം. അവൻ മിക്കവാറും പാരീസിലുണ്ടായിരിക്കും. ഇപ്പോൾ പാരീസ് ഇവൻ്റ് നടക്കുമല്ലേ, നമുക്ക് അങ്ങോട്ട് പോവാം. വേണ്ട, നീ വേണ്ട, ഞാൻ പോവാം. ഞാൻ പോയി സംസാരിക്കാം. അവൻ എന്താ വേണ്ടത് ചോദിക്കാം. നിൻ്റെ ഡാഡി വരുന്ന മുമ്പ് നമുക്കല്ല ശരിയാക്കാം. ഇവിടെ വന്ന് ഒളിച്ചിരുന്ന നീ ഉണ്ടാക്കിയ പ്രശ്നങ്ങളെല്ലാം തീരുമെന്നാണ് നിന്റെ വിചാരം? ഞാൻ ഒളിച്ചിരിക്കാന്ന് ആര് പറഞ്ഞു എന്നോട്? കമ്പനിയിൽ എല്ലാവർക്കും അറിയാലോ ഞാൻ പാരീസിൽ ഇവൻറ്റിന് പങ്കെടുക്കാൻ വേണ്ടി വന്നിരുന്ന. പിന്നെ ബെൽസിനെ പറ്റിയാണെങ്കിൽ അതിനല്ലേ മാം നിങ്ങൾക്ക് ശമ്പളം തരുന്നേ. നിനക്ക് എങ്ങനെയൊക്കെ പറയണേ എങ്ങനെ തോന്നുന്നു സ്റ്റെഫനോ? അതല്ലയ, നിനക്കിതൊക്കെ അറിയാമായിരുന്നോ? മാം അത് പിന്നെ നതാലിയ, എനിക്ക് ആരോട് കുറച്ച് പേഴ്സണലായിട്ട് സംസാരിക്കണം. നീ പുറത്തോ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിക്കാം. യെസ് സാർ. അവളെന്നോട് എന്തെങ്കിലും തുറന്ന് പറയാൻ ഓർത്തിട്ടാണോ നീ അവളെ പുറത്തേക്ക്? നീ നത്താലിയുടെ മെക്കിട്ട് കയറണ്ട. ഇതെല്ലാം എൻ്റെ തീരുമാനമായിരുന്നു. പിന്നെ അവൾ എനിക്ക് വേണ്ടിയല്ലേ ജോലി ചെയ്യുന്നേ, അപ്പോൾ ഞാൻ പറയുന്നത് അവൾ കേൾക്കണ്ടേ. പിന്നെ മറ്റൊന്ന്, നീ എത്ര ചോദിച്ചാലും അവൾ നിന്നോടൊന്നും പറയില്ല. അത് നിനക്കും അറിയാം, എനിക്കും അറിയാം. പിന്നെന്തിനാ നിന്റെ സമയം വെറുതെ അവളെ പാഴാക്കുന്നേ? പണ്ട് മുതലേ നീ എന്ത് പറഞ്ഞാൽ അവൾ അതുപോലെ കേൾക്കുമല്ലോ. പക്ഷേ ഈ ഒരു കാര്യത്തിൽ ഞാൻ ഓർത്തില്ല അവൾ ഇതിലും നിന്റെ കൂടെ കൂട്ടി നിൽക്കുമെന്ന്. ഇത് വളരെ ചീപ്പായി പോയി സ്റ്റെഫനോ. പലവട്ടം ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ, നിന്റെ പേഴ്സണൽ ഫീലിങ്സ് ഒന്നും വർക്കിലേക്ക് വലിച്ചെടുക്കില്ലെന്ന്. എന്നിട്ട് നീ പറ, ഇതിപ്പോൾ എങ്ങനെയായി ഈ പ്രശ്നങ്ങളൊക്കെ നീ സോൾവ് ചെയ്യാൻ പോകുന്നേ? എനിക്കൊട്ടും മനസ്സിലാവാത്ത എന്ത് കണ്ടിട്ടാ മാം നിന്റെ കൂടെ നിന്നെന്ന്. നിന്റെ ദേഷ്യ വശമൊക്കെ തീരുന്നവരെ നീ എന്നെ വേണമെങ്കിൽ ചീത്ത പറഞ്ഞോ. പക്ഷേ ഇതിലേക്ക് മാമിനെ നത്താലിനെ വലിച്ചിട്ടുണ്ട. ഞാനൊരു തീരുമാനം എടുത്തപ്പോൾ അത് അവരോട് സൂചിപ്പിച്ചു. അപ്പോൾ അവർക്ക് എൻ്റെ കൂടെ നിൽക്കാതല്ലാതെ വേറെ വഴിയൊന്നും ഉണ്ടായിരുന്നില്ല.
പിന്നെ പേഴ്സണൽ ഫീലിങ്സ് ആ ഒന്നില്ലായിരുന്നെങ്കിൽ ഞാനിന്നിവിടെ ICC മോഡലായിട്ട് നിൽക്കില്ലായിരുന്നു. നിനക്കറിയാലോ ഞാൻ എന്തുകൊണ്ടൊരു മോഡലായി തീർന്നെന്ന്. എനിക്കറിയാം നീ ഒരു വാശിപ്പുറത്താ ഈ മോഡലിങ്ങൊക്കെ ചെയ്യാൻ തീരുമാനിച്ചത്. പക്ഷേ സ്റ്റെഫനോ, നീ ഇപ്പം ചെയ്തത് ഒരു റിജക്ഷന് പറ്റിയ റിവെഞ്ച് ഒന്നുമല്ല. പകരം നീ അവനെ പൂർണ്ണമായും തകർത്ത് കളഞ്ഞവിടെ. ഞാനിവിടെ അവൻ്റെ പ്രവൃത്തികളൊന്നും ന്യായീകരിക്കാൻ ശ്രമിക്കുകയല്ല. പക്ഷേ സ്റ്റെഫനോ, നീ ഇപ്പോൾ ചെയ്തത് വളരെ മോശമായി. അവൻ നിൻ്റെ ഒപ്പം കഴിയാൻ വേണ്ടി എന്തൊക്കെ ത്യാഗം ചെയ്തു. നിനക്ക് തോന്നുന്നുണ്ടോ അവൻ എന്നെ നിന്നോട് പൊറുക്കുമെന്ന്? ഇനി എന്തൊക്കെ പറഞ്ഞാലും ഐ എം നോട്ട് ഗിൽറ്റി ഓഫ് എനിത്തിങ് ഐ ഡിഡ്. നിനക്ക് പോകാം. പിന്നെ എന്തായാലും ഞാൻ കുറച്ചധികം നാളത്തേക്ക് ബ്രേക്ക് എടുത്ത് പോകാം. അതുകൊണ്ട് ഈ ബാനിങ് അതെനിക്കത്ര വലിയ പ്രശ്നമായിട്ട് തോന്നുന്നില്ല. ഇവനെ പാരീസിനിടയിൽ ഞാൻ സൈനിട്ടാലും ഒരു 1 ഇയർ കഴിയാതെ മോഡലിംഗ് രംഗത്തേക്ക് ഞാൻ തിരിച്ചെടുത്തില്ല. അതെല്ലാം ഞാൻ മുൻപേ എടുത്ത തീരുമാനങ്ങളാണ്. പിന്നെ കമ്പനിക്ക് ഞാൻ ഉണ്ടാക്കിയ നഷ്ടങ്ങൾ, അതിനുള്ള കോമ്പൻസേഷൻ ഞാൻ തരുന്നതായിരിക്കും. അതിന് മാത്രമെല്ലാം ഞാൻ സമ്പാദിച്ചിട്ടുണ്ട്. അതോർത്ത് നീ പേടിക്കണ്ട. പിന്നെ അവിടെ നിന്ന് ലീഗലി മൂവ് ചെയ്താലും അതെങ്ങനെ നേരിടാമെന്ന് എനിക്കറിയാം. നിന്നോട് പറഞ്ഞിട്ടൊരു കാര്യമില്ല. നിനക്ക് എങ്ങനെ ഇത്ര മനുഷ്യത്തില്ലാതെ പെരുമാറാൻ പറ്റുന്നേ? നീ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ സ്റ്റെഫനോ. കഴിഞ്ഞെങ്കിൽ നിനക്ക് പോകാം. എനിക്കൊന്ന് ഫ്രഷ് ആവണം. അല്ലെങ്കിൽ ഞാൻ നിന്റെ സർക്കാരൊന്നും കൂടാൻ വേണ്ടി വന്നതല്ല. ഞാൻ പോവാം. നീ എന്താന്ന് വെച്ചാൽ ചെയ്. നിന്റെ നന്മയ്ക്ക് വേണ്ടി ഞാനിപ്പോൾ ഇവിടെ വന്ന് ഇത്രയും വായിട്ടളിച്ചത്. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ മൊമെന്റിൽ നിനക്ക് ഇതിനോട് റിഗ്രറ്റ് തോന്നുവാണെങ്കിൽ ചെല്ല് അവൻ്റെ അടുത്തേക്ക്. ചിലപ്പോൾ ഇപ്പോൾ ഒരു മാപ്പ് കൊണ്ട് എല്ലാം തീർന്നേക്കും. പക്ഷേ ഇത് വൈകും തോറും പ്രശ്നം കോംപ്ലിക്കേറ്റഡ് ആവും. എനിക്ക് അത്രമാത്രം നിന്നോട് പറയാനുള്ളൂ. കേട്ടോ മിസ്റ്റർ സ്റ്റെഫനോ തോമസ്. നീ ഇന്നിവിടെ, ഞാൻ അകത്തേക്ക് വന്നിട്ടെ. അല്ല, നീ ചോദിക്കുന്നില്ലേ ഞാൻ എന്തിനാ ഇങ്ങോട്ട് പോകുന്നതെന്ന്? എനിക്കറിയാം. നീ എന്തൊക്കെ ബെൽസേനായിട്ട് ഒരു തരത്തിലുള്ള കോംപ്രമൈസിന് നീ പോകണ്ട. എന്ത്? നിനക്കെന്താ ചെവി കേൾക്കാതായോ? നീ ഇനി തിരിച്ച് കാലിഫോർണിയയിലേക്ക് വരണ്ട. അത് മാത്രമല്ല, ബെൽസേനായിട്ടുള്ള ഒരു കോംപ്രമൈസിനും നീ തയ്യാറും ആവണ്ട. ഞാനോർത്തു നീ ഇവിടെ ബെൽസയ്ക്ക് വേണ്ടി സംസാരിക്കാൻ വേണ്ടി വന്നതെന്ന്. അല്ല, ഇതിപ്പോൾ എന്താ ഇങ്ങനെ പറയാൻ കാരണം? നീ വിക്ടറിൻ്റെ ജീവിതത്തിലേക്ക് വീണ്ടും വന്നപ്പോൾ ആദ്യം ഞാനത് അടഞ്ഞില്ല. പക്ഷേ ഇനി അത് ആവർത്തിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. അതുകൊണ്ട് നീ ഇനി ഒരിക്കലും വിക്ടറിനെ കാണണ്ട. പിന്നെ ഇപ്പം നീ ഉണ്ടാക്കി വെച്ച പ്രശ്നങ്ങളെല്ലാം ഞാനും ഡാനിയും കൂടി എങ്ങനെയെങ്കിലും സോൾവ് ആക്കിക്കോളാം. നിൻ്റെ ഒരു തരത്തിലുള്ള ഹെൽപ്പും ഞങ്ങൾക്ക് ഇനി വേണ്ട. വാശിയാണോ നിനക്ക് ആൽഫിനോട്? അതിന് ഞാൻ നീയല്ല സ്റ്റെഫനോ. ഇതാരോടുമുള്ള വാശിയില്ല, കരുതല. നിനക്ക് ചിലപ്പോൾ വിക്ടറിനോട് ക്ഷമിക്കാനും അവനോട് സഹതാപം തോന്നാനോ സാധിക്കുമായിരിക്കില്ല. പക്ഷേ ഹീസ് മൈ ഫാമിലി സ്റ്റെഫനോ. നിൻ്റെ അത്രയും ക്രൂരത അവനോട് എനിക്ക് കാണിക്കാൻ കഴിയില്ല. പിന്നെ ഒരു കാര്യം, നീ 5 മാസം മുമ്പ് മുടക്കി അവൻ്റെ കല്യാണമില്ലേ, അത് ഞങ്ങൾ കൂടി അങ്ങനെ നടത്താൻ പോവാം. എന്ത്? അതിന് വിക്ടറിന് അവൾ ഇഷ്ടമില്ലല്ലോ. വിക്ടർ ഒരിക്കലും അലിനെ വെറുത്തിട്ടില്ല. നീ അവൻ്റെ ജീവിതത്തിലേക്ക് വീണ്ടും വന്നപ്പോൾ അവളോട് അവൻ ഇത്രയും നാളെ തോന്നിയതല്ല അത് പ്രണയമല്ലെന്ന് അവന് മനസ്സിലായി. അതുകൊണ്ട് ആ ബന്ധം ഇനിയും തുടർന്ന് പോയിക്കൊണ്ടിരുന്ന അവൾക്ക് ഒരുപാട് വേദനകൾ ഉണ്ടാകുമെന്നും അവന് തോന്നിയതുകൊണ്ടാണ് അവൻ ആ ബന്ധം അവസാനിപ്പിച്ചത്. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഒരാളെ വേദനിപ്പിക്കാതിരിക്കാനല്ലേ നമ്മൾ പലപ്പോഴും ശ്രമിക്കൂ. അതിനർത്ഥം അവൻ്റെ മനസ്സിൻ്റെ കോണിൽ എവിടെയോ അവളോട് ഒരു ഇഷ്ടം കിടപ്പുണ്ടായിരുന്നു. അതൊക്കെ കൊണ്ട് തന്നെ നിൻ്റെ ഇപ്പോഴത്തെ പ്രവൃത്തി കൊണ്ട് അവനെ തിരിച്ചറിയാൻ പറ്റിയല്ലോ. ആൽഫിൻ, യു ആർ ടോക്കിംഗ് നോൺസെൻസ്. നീ പറയുന്നതിൽ ഒരു ലോജിക്കുമില്ല. നിനക്കും അറിയാം, എനിക്കും അറിയാം. അലീന, ഷി വാസ് എ ഫൂൾ. അവൻ അവളെ സ്നേഹിക്കുന്നില്ല എന്നറിഞ്ഞിട്ടും ഒരു ഫൂളായിക്കൊണ്ട് അവനെല്ലാം കൊടുത്തോണ്ടിരുന്നു. നൗ നിങ്ങൾ വീണ്ടും അവൾക്ക് ഹോപ്പ് കൊടുക്കാൻ പോവാം. ശരിയാ, ഞാൻ പറയുന്നതിൽ ഒരു ലോജിക്കുമില്ല. പക്ഷേ നിനക്ക് തോന്നുന്നുണ്ടോ വിക്ടറിന്
നിന്നോട് വാശിയുണ്ടായിരിക്കില്ല എന്ന്. അല്ല, നീ തന്നെ പറഞ്ഞതല്ലേ അവൾ അന്ധമായ വിക്ടറിനെ പ്രണയിച്ചിട്ടുണ്ടെന്ന്. അങ്ങനെ വരുമ്പോൾ നിനക്ക് തോന്നുന്നുണ്ടോ അലിന ഈ ഒരു സാഹചര്യം മുതലെടുക്കില്ല എന്ന്? വാട്ടോ, നീ ഇതൊക്കെ എന്തിനാ ഇപ്പോൾ എന്നോട് പറയുന്നത്? എനിക്ക് ഗിൽറ്റി ഫീൽ തോന്നണോ? അതോ ഇത് കോർത്ത് പേടിച്ച് അവൻ്റെ അടുത്തേക്ക് വീണ്ടും ചെല്ലണോ? ആൽഫിൻ, ഞാൻ നിന്നോട് മുന്നേ പറഞ്ഞ ഓർമ്മയുണ്ടോ? ഐ എം ജസ്റ്റ് ടീസിങ് ഹിം. പിന്നെ ഇതെല്ലാം അവൻ സീരിയസ് ആയിട്ട് എടുത്തത് അത് അവൻ്റെ പ്രശ്നം. ബിക്കോസ് ഞാൻ ഈ ഒരു റിലേഷൻഷിപ്പ് എന്നൊന്നും പറയാൻ പറ്റില്ല. അതിന് മാത്രം ഞങ്ങളുടെ ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. സോ ഈ ഒരു ആക്ടിനെ ഞാൻ ഒരിക്കലും സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല, ഇനി എടുക്കാനും പോകുന്നില്ല. അവൻ ആരെങ്കിലും കല്യാണം കഴിക്കുമോ കല്യാണം കഴിക്കാതിരിക്കുമോ അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല ഇനി. സോ ഇതൊന്നും എന്നോട് പറയേണ്ട ആവശ്യമില്ല. നിനക്ക് പോകാം. ആയിക്കോട്ടെ, നീ ഈ സ്റ്റാൻഡിൽ തന്നെ നിൽക്കുന്നെങ്കിൽ ഞങ്ങൾക്ക് കുറച്ചും കൂടെ എളുപ്പമോ. അതുകൊണ്ടാ ഇത് പറയാമെന്ന് വിചാരിച്ചേ. നിനക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ അതെല്ലാം ഈ ഒരു കാര്യം കൊണ്ട് അവസാനിപ്പിക്കണം. ഇനി വീണ്ടും വ്യക്തിൻ്റെ ജീവിതത്തിലേക്ക് നീ വരരുത്. പിന്നെ ഒരു കാര്യം, എന്നെയും നീ ഇനി കോണ്ടാക്റ്റ് ഒക്കെ എഴുതുക. എല്ലാം ഇവിടം കൊണ്ട് അവസാനിക്കണം. ആ വിക്ടർ കാരണം നീ എൻ്റെ പോലെ ഫ്രണ്ട്ഷിപ്പ് കെട്ടാക്കാൻ പോകണം. അത്ര ഉണ്ടായിരുന്നല്ലോ നമുക്കിടെ. ആ, അത്രേ ഉള്ളൂ. നീ ഒരുപാട് മാറിപ്പോയി ആൽഫിൻ. അല്ല, ഇത് ഞാനല്ല നിന്നോട് പറയണ്ടേ. എനിവേ, എനിക്ക് നിന്നോടൊട്ട് സംസാരിക്കാൻ താല്പര്യമില്ല സഹന. എനിക്ക് അവസാനമായിട്ട് നിന്നോട് ഒന്നേ പറയാനുള്ളൂ. ഇനിയെങ്കിലും വിക്ടറിനെ വെറുതെ വിടാം. ഇനിയും നീ അവൻ്റെ പുറകെ വാശി തീർക്കാനാണ് പോകുന്നതെങ്കിൽ അത് അവനെ മാത്രമല്ല നിന്നെയും കൂടി നശിപ്പിക്കുന്നേ. ആ ഡാനി, കമ്പനിയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കമ്പനിയില്ലോ? ഇല്ല. ആൻറ്റീനോട് ആര് പറഞ്ഞു? ഞാനിവിടെ നിന്നൊക്കെ ഇവിടെ നിൽക്കട്ടെ. പക്ഷേ കമ്പനിയിൽ എന്നുമില്ലാത്തത്രയും തിരക്കാണെന്ന് കേട്ട എല്ലാവർക്കും. പ്രോഫിറ്റ് മാർജിനൊക്കെ നോക്കിയപ്പോൾ വലിയ പ്രശ്നമായിട്ടൊന്നും ഞാൻ കണ്ടില്ല. പിന്നെന്താ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഫിനാൻഷ്യലായിട്ട് പ്രശ്നമൊന്നുമില്ല. പ്രത്യേകിച്ചൊന്നുമില്ല. പുതിയ സമ്മർ കളക്ഷൻ്റെ ഷൂട്ടൊക്കെ കഴിഞ്ഞു. ഇനി അധികം വൈകാതെ തന്നെ അത് പബ്ലിക്കിലേക്ക് എത്തും. പിന്നെ ഓൾമോസ്റ്റ് നമ്മുടെ പ്രോഡക്റ്റ്സ് എല്ലാം സോൾഡ് ഔട്ട് ആയല്ലോ. എൻ്റെ സംസാരത്തിലാകുമ്പത്തെ ഒരു വെപ്രാളുണ്ടല്ലോ ഡാനി. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം നീ എന്നോട് പറയണം കേട്ടോ. എന്നെക്കൊണ്ട് സഹായിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ സഹായിക്കാം. അല്ലാതെ ഇത് മേരി ക്രിസ്ത്യൻ അടുത്തെത്തുവാണെങ്കിൽ നിനക്കറിയാലോ. വലിയ പ്രശ്നമൊന്നുമില്ല. ഇത് ഞങ്ങൾക്ക് അതിനെ ഡീലാക്കാൻ പറ്റാവുന്നേ ഉള്ളൂ. അല്ല, ഇനി എണ്ണയിലും അല്ല അങ്കിള് വല്ലതും ഇതിനെപ്പറ്റി സംസാരിച്ചായിരുന്നു? ഓ, അത് നിനക്കറിയാലോ. ക്രിസ്ത്യൻ ഇതിനെപ്പറ്റിയൊന്നും എന്നോട് സംസാരിക്കാറില്ല. പക്ഷേ 2 ദിവസം കഴിഞ്ഞിട്ടേ വരോളെന്ന് പറഞ്ഞാണതേ ഇന്ന് വൈകുന്നേരം വരുന്നുണ്ട്. അതൊക്കെ കൊണ്ടാണ് ഞാൻ നിന്നോടൊന്ന് ചോദിച്ചേ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്നു. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് സോൾവ് ആക്കാൻ നോക്കുക. നിനക്കറിയാലോ ക്രിസ്ത്യൻ്റെ സ്വഭാവം. പിന്നീട് കാര്യം, ഇതിലെ വ്യക്തി ഉൾപ്പെട്ടിട്ടില്ലല്ലോ അല്ലേ? ആൻറ്റി, ചെറിയൊരു പ്രശ്നമുണ്ട്. അതിൽ വിക്ടറിൻ്റെ ഭാഗത്തുനിന്നുള്ള തെറ്റുകൂടി കൊണ്ടാ. അപ്പം പറ്റുമെങ്കിൽ ആൻറ്റി ഒന്ന് അങ്ങനെ തണുപ്പിക്കണം, എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാവുകയാണെങ്കിൽ. എനിക്ക് തോന്നി ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരിക്കുമെന്ന്. എന്താ പ്രശ്നം? ഇതിപ്പോ ഞാൻ എങ്ങനെയാ ക്രിസ്ത്യ കൂളാക്കാം? ഓൾറെഡി വിക്ടർ ആ കല്യാണത്തിന് പിന്മാറിയെന്ന് പറഞ്ഞ് നിനക്കറിയാലോ ഇവിടെ എന്തൊക്കെയാ നടന്നേന്ന്. ഇനി വീണ്ടും അവൻ്റെ അടുത്ത് നിന്നുണ്ടായ തെറ്റ് കാരണമാണ് ഈ പ്രശ്നമൊക്കെ ഉണ്ടായെന്ന് ക്രിസ്ത്യ അറിഞ്ഞാൽ അയ്യോ, എനിക്ക് ഓർക്കാൻ കൂടി തന്നെ വയ്യ. വിക്ടറിൻ്റെ പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അങ്കിളിനെ നേരെ എന്ന് ചോദിക്കാൻ ആൻറ്റി മാത്രമല്ലേ ഉള്ളൂ. പ്ലീസ് ആൻറ്റി. ഞങ്ങൾക്കറിയാലോ ഡാനി, അല്ലെങ്കിൽ തന്നെ വിക്ടറിൻ്റെ കാര്യത്തിൽ ഞാൻ ഇടപെടണമെന്ന് പറഞ്ഞ് എന്നോട് എപ്പോഴും ചൂടാവാ. എന്നോട് പറഞ്ഞേക്കുന്ന അവൻ്റെ കാര്യത്തിലൊന്നും ഇടപെടണ്ടെന്നാ. പിന്നെ എനിക്കൊന്നും മറിച്ച് പറയാൻ പറ്റില്ലല്ലോ. ഞാനവൻ്റെ സ്വന്തം അമ്മയില്ലല്ലോ. പിന്നെ വിക്ടർ എന്നെ അങ്ങനെ കാണുന്നുമില്ല. അതെല്ലാം എനിക്കറിയാം. പക്ഷേ അവനെ പ്രസവിച്ചില്ലെങ്കിലും ആൻറ്റി അവൻ്റെ അമ്മ തന്നെയല്ലേ. പ്ലീസ് ആൻറ്റി, എൻ്റെ പപ്പയോട് പറയാമെന്ന് വെച്ചാൽ അതൊന്നും ശരിയാവത്തില്ല. ആൻറ്റി സംസാരിച്ചിട്ടും അതൊരു ഹെൽപ്പ് ആയില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഒന്ന് സംസാരിക്കണം വേണ്ടി, അത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞു നോക്കാം. പക്ഷേ എനിക്ക് തോന്നുന്നു ഇനിയൊരു പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ നീ അത് ആൽഫിനോട് പറയുന്നിരിക്കും. ആൽഫിനോട് എന്തായാലും ക്രിസ്ത്യ വരക്കിടില്ല, എതിർത്ത് പറയത്തുമില്ല. പണ്ട് മുതലേ ആൽഫിൻ പറയുന്നതെല്ലാം കേൾക്കുന്ന കൂട്ടത്തിലെ ക്രിസ്റ്റി. പക്ഷെ വിക്ടറിൻ്റെ കാര്യത്തിന് ഞാൻ എങ്ങനെ ആൽഫിയോട് സംസാരിക്കാൻ പറയാം? എനിക്കറിയാലോ.
അതിന് അവർ തമ്മിൽ ഇപ്പൊ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ, എല്ലാം സോൾവ് ആയില്ലേ. അത് വേണ്ട ആൻറ്റി, അത് ശരിയാ. ആൽഫിൻ എന്നോട് എന്ത് സംസാരിക്കണ പറ്റിയാ നിങ്ങളീ പറയുന്നത്?